അയലത്തല അളിയന് പോലും കൊടുക്കരുതെന്നാ പറയുന്നേ. പക്ഷെ ഇങ്ങനൊന്നും ഉണ്ടാക്കിയ അളിയന് പോയിട്ട് പെങ്ങക്ക് പോലും കൊടുക്കില്ല. അപ്പൊ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്ത് ചെറുതീയിലിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ച് കളറൊക്കെ ഒന്ന് മാറി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കോരി മാറ്റി. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 4 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും 8-10 ചെറിയുള്ളിയും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ല മഷി പോലെ നരച്ചെടുക്കാം. ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ വീതം ഉലുവായും കടുകും ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അരച്ചു വെച്ച ഉള്ളിയും മുളകും മിക്സും ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി ഒരു 1.25 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കഷ്ണങ്ങളാക്കിയ ഒരു തക്കാളിയും നെടുവേ കീറിയ 4-5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഒരു 2 കഷ്ണം കുടംപുളിയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഈ ചാറൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലത്തലയും ചേർത്ത് കഷ്ണം ഉടയാതെ ചാറിലേക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ആ മൂടി തുറന്ന് നോക്കുമ്പോൾ ചാറൊക്കെ കുറുകി കഷ്ണങ്ങളൊക്കെ വെന്ത മീൻകറി നല്ല സെറ്റായിട്ടുണ്ടാവും. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് അനക്കാതെ അങ്ങ് മൂടി വെച്ചേക്കണം. സത്യം പറഞ്ഞാൽ പിറ്റേന്ന് എടുക്കുന്നതാണ് ഇത് ടേസ്റ്റ്. പക്ഷെ അതിനുള്ള ക്ഷമയൊന്നും നമുക്കുണ്ടാകത്തില്ലെന്നേ. കുറഞ്ഞത് ഒരു 10-15 മിനിറ്റ് എങ്കിലും മൂടി വെച്ചിട്ട് ആ മൂടി തുറന്ന് കുറുകിയ ചാറിയുന്ന അയലത്തല ഇങ്ങനെ എടുത്ത് കഴിച്ചാലുണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അളിയന് പോയിട്ട് പെങ്ങക്ക് പോലും കൊടുക്കില്ല. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.